ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞങ്ങളിപ്പോൾ ഉള്ളത് ആഗ്രയിലുള്ള ക്രിസ്റ്റൽ സരോവർ പ്രീമിയം എന്നൊരു 5 സ്റ്റാർ ഹോട്ടലിലാണ്. ആഗ്രയിലുള്ള താജ്മഹലും ഈ ഹോട്ടലും തമ്മിലുള്ള വ്യത്യാസം വെറും 1.5-2 കിലോമീറ്റർ മാത്രമേ ദൂരമുള്ളൂ. പിന്നെ അതുപോലെ തന്നെ ഈ ഹോട്ടലിൻ്റെ പ്രത്യേകത അത് ഞാൻ റൂമിൽ എത്തിയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. എന്താണ് ഈ ഹോട്ടലിൻ്റെ പ്രത്യേകത എന്ന്, എത്ര രൂപയാണ് ഈ ഹോട്ടലിൻ്റെ ചാർജ്, അതുപോലെ തന്നെ എങ്ങനെയാണ് ഈ ഹോട്ടൽ ഞങ്ങൾക്ക് കിട്ടിയത് അല്ലെങ്കിൽ ബുക്ക് ചെയ്തത്, എല്ലാം ഈ വീഡിയോയിലൂടെ ഞാൻ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഇവിടുത്തെ ലോബിയാണ്, റിസപ്ഷൻ ലോബി ഈ ഹോട്ടലിൻ്റെ. ഞങ്ങളുടെ ഹോട്ടൽ ബുക്കിംഗ് കൺഫർമേഷന് ഹോട്ടലിൽ എത്താൻ കുറച്ച് നേരം വൈകി. കാരണം എന്തോ ഒരു ടെക്നിക്കൽ എററാണ് എന്നാണ് റിസപ്ഷൻ സ്റ്റാഫ് പറഞ്ഞത്. എന്നിരുന്നാലും റിസപ്ഷൻ സ്റ്റാഫ് വളരെ നല്ല രീതിയിൽ മറ്റുള്ള കാര്യങ്ങളെല്ലാം പ്രോസസ്സെല്ലാം പെട്ടെന്നാക്കി ഞങ്ങൾക്ക് റൂം റെഡിയാക്കി തന്നു. ഭയങ്കര ചീപ്പ് റേറ്റിനാണ് ഞങ്ങൾക്ക് ഈ ഹോട്ടൽ കിട്ടിയത്. അതുപോലെ തന്നെ ഈ ചീപ്പ് റേറ്റിൽ ഇൻക്ലൂഡിങ് ടാക്സുമാണ്. അതുപോലെ 2 പേർക്കുള്ള, കുട്ടിക്കടക്കം 3 പേർക്കുള്ള ബ്രേക്ക്ഫാസ്റ്റും ഫ്രീ ആണ്. അങ്ങനെ ഹോട്ടൽ ചെക്കിങ്ങിൻ്റെ പ്രോസസ്സ് എല്ലാം തീർന്ന് ഞങ്ങൾ റൂമിലോട്ട് പോവാണ്. കാരണം സെക്കൻഡ് ഫ്ലോറിലാണ് ഞങ്ങൾ റൂം വരുന്നത്. അതിൽ 232ാമത്തെ റൂമാണ്. അപ്പോൾ ഇനി എന്താണ് റൂമിൻ്റെ സ്പെഷ്യാലിറ്റി, റൂമിൽ എന്തൊക്കെയുണ്ടെന്ന് നിങ്ങൾക്ക് കാണാം. This room, this is a bathroom. സ്പേസ് ഉണ്ട്, കുളിക്കാൻ സെപ്പറേറ്റ് ഏരിയ ഉണ്ട്, പിന്നെ അടിപൊളി ഒരു കബോർഡ് ഉണ്ട്, ലോക്കർ ഉണ്ട്, ബിഗ് സ്പേസ്, എത്ര വേണമെങ്കിൽ. പിന്നെ നമ്മൾ ലഗേജ് വെക്കാൻ കെറ്റിൽ, വലിയൊരു TV, വലിയൊരു ബെഡ്. പിന്നെ ഇതിൻ്റെ മെയിൻ അട്രാക്ഷൻ എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാനല്ല കേട്ടാ, അവിടെ ഒരു താജ്മഹൽ പോലെ സാധനം കണ്ട, അതാണ് താജ്മഹൽ. അവർക്ക് ഒന്നും കൂടി വേണമെങ്കിൽ ഞാൻ സൂം ചെയ്ത് കാണിച്ചു തരാം. കണ്ടാ, മാർബിളിൻ്റെ കൊട്ടാരം. യെസ്, ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇറങ്ങിയാണ്. ലഞ്ചൊന്നും കഴിച്ചിട്ടില്ലായിരുന്നു. ട്രെയിനിൽ നിന്ന് എന്തെങ്കിലും ചെറിയ രീതിയിലുള്ള ഭക്ഷണം മാത്രമേ കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഹോട്ടലിൻ്റെ അടുത്ത് തന്നെ ഒരു ഇത് കിടക്കും, KFC. അപ്പോൾ ഞങ്ങൾ സത്യത്തിൽ കുറച്ച് കാലമായി ഒരു KFC കഴിച്ചിട്ട്, അപ്പോൾ അത് കഴിക്കാൻ വേണ്ടി ഇങ്ങനെ ഇറങ്ങിയാണ്. പിന്നെ ഈ ഒരു ഹോട്ടലിനെ കുറിച്ചുള്ളൊരു, ഇവിടെ കുറേ പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ ഉള്ളൊരു ഹോട്ടലാണ്. ഞങ്ങൾക്ക് ഈ ഹോട്ടൽ കിട്ടിയത് വളരെ ചീപ്പായിട്ടാണ്. Booking.com ഏകദേശം 3000 റുപ്പീസാണ് ഇതിന് വന്നത്, വിത്ത് ബ്രേക്ക്ഫാസ്റ്റ് ഇൻക്ലൂഡിങ് ടാക്സ്. 5 സ്റ്റാർ ഹോട്ടലാണ്. കാരണം ഈ പ്രൈസിന് 5 സ്റ്റാറിനൊന്നും കിട്ടാൻ ചാൻസ് കുറവാണ് എൻ്റെ അറിവിൽ. അപ്പോൾ ഇതിൽ കുറച്ച് ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ഞങ്ങൾ കാണിച്ചു തരാം. ഈ ഹോട്ടൽ ഏകദേശം 2 കിലോമീറ്ററാണ് താജ്മഹലിനുള്ളത്. Non-spicy. This one is spicy. 4 pieces. Yeah. No. Then 9. Number 9. Okay. Less spicy chicken. Huh? Less spicy chicken. Yeah. Okay. 4 piece 150 and. Varanni. Is included drinks or nothing? Is included? No. No. Meal 99. With price it's Pepsi. Okay, make it that. Okay. And dip sauce is spicy, non-spicy? Which one? Which one non-spicy? It's spicy, non-spicy, dynamite 1000 and tandoori masala. Your choice. No, it's fine. It's non-spicy. Non-spicy. No, this one what is crispy is spicy, right? No, less is spicy. What in this piece? Less is Less is spicy. It's fine. Okay. It's fine. Spicy. Huh? Okay. Little. Okay. Your amount 5. Burger 4 pieces, chicken pieces. Aizu. ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഹോട്ടലിൻ്റെ ഏറ്റവും മുകളിലത്തെ നിലയാണ്. ഇവിടെയാണ് ബാർ അറ്റാച്ച്ഡ് റെസ്റ്റോറൻറ്റും അതുപോലെ ഒരു സ്വിമ്മിംഗ് പൂളും ഉള്ളത്. അതുപോലെ തന്നെ ഈ ഫ്ലോറിൽ മറ്റു ചില ആക്ടിവിറ്റീസുകളുണ്ട്. പക്ഷേ അത് ഈ നേരം ക്ലോസ് ആണ്. നാളെ നേരം വെളുത്തിട്ട് ഞാൻ നിങ്ങൾക്ക് അത് കാണിച്ചു തരാം. ഞങ്ങൾ ആൾറെഡി KFC കഴിച്ചതുകൊണ്ട് ഞങ്ങൾ ഇവിടുന്ന് ഒന്നും കഴിക്കാൻ തീരുമാനിച്ചിട്ടില്ല.
ഇനി എന്തെങ്കിലും വേണമെങ്കിൽ തന്നെ ഞങ്ങൾ റൂമിലോട്ട് വരുത്തിക്കാം എന്നാണ് ഇപ്പോൾ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഈ ടോപ്പ് ഫ്ലോറിൽ സ്ഥിതി ചെയ്യുന്ന ഈ റെസ്റ്റോറൻറ്റിന് സ്കൈ ഗ്രിൽ എന്നാണ് പേര്. അതുപോലെ തന്നെ ഇവിടെ എല്ലാ തരത്തിലുള്ള ഫുഡും അവൈലബിൾ ആണ്. പിന്നെ 5 സ്റ്റാർ ഹോട്ടലുകളിലെ റെസ്റ്റോറൻറ്റിൽ നിന്ന് ഫുഡ് കഴിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തിരി എക്സ്പെൻസീവ് ആണല്ലോ. അപ്പോൾ അതും കൂടി ഇതിൻ്റെ ഒരു പാർട്ടാണ്. ഇവിടുന്ന് നോക്കി കഴിഞ്ഞാൽ ആഗ്രൻ്റെ ഏകദേശമുള്ള ഒരു വ്യൂവിനെ കിട്ടും. അത് കാണുന്നത് താജ്മഹലാണ്. പക്ഷേ ഇതിൽ നമുക്ക് എത്രത്തോളം വ്യക്തമായിട്ട് കാണാൻ പറ്റുമെന്ന് അറിയില്ല. പക്ഷെ എനിക്കിവിടെ കാണാം. ഒരാൾ കിടന്നുറങ്ങുന്നുണ്ടായില്ലേ. ആണ് മാറ്റിക്കെടുത്ത്. റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയ ഒരു ചെറിയ ചായ കുടിക്കാൻ വേണ്ടി രാവിലെ ഇവിടെ കണ്ട കാഴ്ചകളാണ്. ആഗ്രയിൽ ഇത് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് മെട്രോൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കണം. ഹോട്ടലിൻ്റെ മുമ്പിൽ നിന്നുള്ളൊരു കാഴ്ചയാണ്. ഇപ്പോൾ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല. കാരണം 10:30 വരെയുള്ള ബ്രേക്ക്ഫാസ്റ്റ് സമയം. അത് കാണുന്നതാണ് താജ്മഹൽ. ഇന്നലെ രാത്രി കണ്ട വീഡിയോസിൽ ഈ ഏരിയ ഇതിപ്പോൾ ടോട്ടൽ ചേഞ്ച് ചെയ്തു. ഇവിടെ എന്തോ കല്യാണത്തിൻ്റെ എന്തോ ഫംഗ്ഷൻ നടക്കാണ് തോന്നുന്നു. വേറെന്തോ ഫംഗ്ഷൻ നടക്കാനുള്ള സെറ്റപ്പ് ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് ഇതിൻ്റെ ഏറ്റവും ഈ ഹോട്ടലിൻ്റെ ഏറ്റവും മുകളിലത്തെ ഫ്ലോറ്. ഇന്നലെ രാത്രി കണ്ട പോലെ അല്ല, ടോട്ടലി ചേഞ്ച് ചെയ്തു. ഒരു രാത്രി കൊണ്ട്. ഇനി ഇവിടുന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ കുട്ടികൾ കളിക്കുന്നത് കഴിക്കുന്നുണ്ട്. കുട്ടികൾക്കുള്ള പ്ലേ സ്റ്റേഷൻ കിഡ്സ് സോൺ ആണുണ്ട്. അതാണ് ഈ റെസ്റ്റോറൻറ്റ് എക്സ്പ്ലോറർ മീൻ ചെയ്യുന്നത് സ്പാ എന്നാണ്. സ്പാ സലൂൺ നിർവാന അതാണ് ഇവിടെ ഇതിൻ്റെ പേര് കൊണ്ട്. പല റേഞ്ച് വിത്ത് ജിം. അതുപോലെ തന്നെ ഈ ഹോട്ടലിൽ പല ഫ്ലോറുകളായിട്ട് 4-5 റെസ്റ്റോറൻറ്റുകൾ വരെയുണ്ട്. അപ്പോൾ മുന്നേ പറഞ്ഞ പോലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി ഫാമിലിനെ വിളിക്കാൻ വേണ്ടി പോവാണ്. റൂമിലോട്ടുള്ള വഴിയിൽ നമുക്ക് ചുമരുമേൽ ആഗ്രൻ്റെ പുരാതന അല്ലെങ്കിൽ ചരിത്രം വിളിച്ചോതുന്ന കുറേ ഫ്രെയിമുകൾ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ഓരോ ഡോറിൻ്റെ മുമ്പിലെത്തുമ്പോൾ ഓട്ടോമാറ്റിക് ഓണായി വരുന്ന ലൈറ്റുകളാണ്. സെൻസർ ത്രൂ പ്രവർത്തിക്കുന്ന ലൈറ്റുകളാണ് ഈ ഹോട്ടലിൽ എല്ലാ സൈഡുകളിലും വെച്ചിരിക്കുന്നത്. ഗുഡ് മോർണിംഗ്. ഇതാണ് ഇവിടുത്തെ റെസ്റ്റോറൻറ്റ്. ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ എല്ലാം സെറ്റ് ചെയ്തിരുന്നുണ്ട്. ഏകദേശം 10:30 എല്ലായിടത്തും വെച്ചുകൊണ്ടിരിക്കുന്ന സമയം. ഒരു ഫൈനൽ ഷൂട്ടിലേക്ക് എടുക്കാൻ മാത്രമേ ഉള്ളൂ. ചാനലിൻ്റെ ഏരിയ ബ്രെഡ് റോസ്റ്റ് ചെയ്യാനുള്ള ഫ്രൂട്ട്സും കാര്യങ്ങളും ജ്യൂസും കാര്യങ്ങളും. ഇവിടെ ഇഡ്ഡലി, ദോശ, റൊട്ടി കാര്യങ്ങളെല്ലാം ഉണ്ട്. കോൺഫ്ലക്സ് ഇത് ലൈവായിട്ട് നടക്കുന്നത്. ഓംപ്ലേറ്റ് മേക്കിംഗ്. വലിയ റെസ്റ്റോറൻറ്റാണ്. നമുക്ക് ഈ ഹോട്ടലിൽ തന്നെ 3-4 റെസ്റ്റോറൻറ്റുകളുണ്ട്.
ഇതാണ് ഇവിടുത്തെ റെസ്റ്റോറൻറ്റ്. ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ ഇരുന്ന് സെറ്റ് ചെയ്തിരുന്നുണ്ട്. ഏകദേശം 10:30 എല്ലായിടത്തും വെച്ചുകൊണ്ടിരിക്കുന്ന സമയം. ഒരു ഫൈനൽ ഷൂട്ടിലേക്ക് എടുക്കാൻ മാത്രമേ ഉള്ളൂ. ചാനൽ ഏരിയ, ബ്രെഡ് റോസ്റ്റ് ചെയ്യാനുള്ള ജ്യൂസും കാര്യങ്ങളും. ഇവിടെ ഇഡ്ഡലി, ദോശ, റൊട്ടി കാര്യങ്ങളെല്ലാം ഉണ്ട്. കോൺഫ്ലെക്സ് ഇത് ലൈവായിട്ട് നടക്കുന്നത്. ഓംപ്ലേറ്റ് മാക്കി വലിയ റെസ്റ്റോറൻറ്റാണ്. നമുക്ക് ഈ ഹോട്ടലിൽ തന്നെ 3-4 റെസ്റ്റോറൻറ്റുകളുണ്ട്. പുറത്ത് ഹോട്ടലിൻ്റെ പുറത്ത് നമുക്കൊരു ചെറിയ പ്ലേ സ്റ്റേഷൻ കാണാം കുട്ടികൾക്ക്. അതുപോലെ തന്നെ 9th ഫ്ലോർ, ഇതിൻ്റെ ടോപ്പ് ഫ്ലോറിലുണ്ട് ഇതുപോലെ. ഈ ഒരു കൊച്ചു വീഡിയോ, ഈ ഹോട്ടൽ സംബന്ധമായൊരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക.